ചെരുമ്പ പെരിയാട്ടടുക്കം റോഡിന്റെ ഇരുവശത്തേക്കുള്ള സഞ്ചാരപാത ആവശ്യപ്പെട്ടുകൊണ്ട് NH66 ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് കളക്ടറേറ്റിന് മുന്നിൽ നിരാഹാര സമരം നടത്തി. നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്തു. NH66 ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി ചെരുമ്പ റിഫായിയ മസ്ജിദിന് സമീപം വരുന്ന കോൺക്രീറ്റ് മതിൽ മൂലം റോഡിന് ഇരുവശത്തേക്കുമുള്ള സഞ്ചാരപാത നിഷേധിക്കപ്പെടുകയാണെന്നാണ് NH66 ജനകീയ സമരസമിതി പറയുന്നത്. നടപ്പാത വേണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് മനുഷ്യച്ചങ്ങലയടക്കമുള്ള സമരപരിപാടികൾ നടത്തുകയും ബന്ധപ്പെട്ട അധികാരികൾക്ക് നിവേദനങ്ങൾ നൽകുകയും ചെയ്തിരുന്നു. 2 വർഷക്കാലമായി ഇതിനെതിരെ ഇവർ സമരമുഖത്താണ്. ഇതുവരെയായും അനുകൂലമായി ഒരു ഉറപ്പും ലഭിക്കാത്ത സാഹചര്യത്തിലാണ് സമരസമിതിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിന് മുന്നിൽ നിരാഹാര സമരം നടത്തിയത്. നെല്ലിക്കുന്ന് MLA നിരാഹാര സമരം ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് മണ്ഡലത്തിലും ജീവിക്കുന്നത് മനുഷ്യരാണ്, ഉദുമ മണ്ഡലത്തിലും ജീവിക്കുന്നത് മനുഷ്യരാണ്, ഈ ചെരുമ്പയിൽ ജീവിക്കുന്നത് മനുഷ്യരാണ്. അപ്പോൾ എല്ലാ ആളുകൾക്കും സഞ്ചാര സ്വാതന്ത്ര്യമാണ്. പള്ളിയിൽ പോകാൻ, അമ്പലത്തിൽ പോകാൻ, ചർച്ചിൽ പോകാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമാണ്. അപ്പോൾ മനുഷ്യൻ്റെ സഞ്ചാര സ്വാതന്ത്ര്യം ഇല്ലാതാക്കിക്കൊണ്ടുള്ള ഒരു വികസനവും നമ്മുടെ നാട്ടിൽ വേണ്ട എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയുന്നവരെ നമുക്കൊരിക്കലും കുറ്റപ്പെടുത്താൻ സാധിക്കില്ല. സമരത്തിൽ പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് അംഗം പ്രസീത അധ്യക്ഷത വഹിച്ചു. കല്ലട്ര മാഹിൻ ഹാജി, ഗംഗാധരൻ തച്ചങ്ങാട്, സാജിദ് മൗവൽ, O നാരായണൻ, സിദ്ദിഖ് പള്ളിപ്പുഴ, ഹക്കീം കുന്നിൽ, ഷെരീഫ് കൊടവഞ്ചി എന്നിവർ സംസാരിച്ചു. NH66 ജനകീയ സമരസമിതി കൺവീനറും ചെരുമ്പ ജമാഅത്ത് പള്ളി പ്രസിഡന്റും പള്ളിക്കര ജമാഅത്ത് കമ്മിറ്റി വൈസ് പ്രസിഡന്റുമായ KM ബഷീർ, ഊരുമൂപ്പൻ, രാജൻ എന്നിവരാണ് നിരാഹാര സമരമിരുന്നത്. നിരന്തരം അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പുറം കടന്ന് ചെല്ലേണ്ട ഒരു സ്ഥലമാണത്. അതിന് സൗകര്യം ഈ സഞ്ചാരപാതയാണ് ഈ റോഡ് വരുന്നതോട് നിഷേധിക്കപ്പെടുന്നത്. ഇതിനെതിരെയാണ് നമ്മൾ ഈ സമരത്തിലുള്ളത്. കഴിഞ്ഞ 2.5 വർഷമായി നമ്മൾ സമരം മുഖത്തുണ്ട്. ഒരുപാട് മനുഷ്യച്ചങ്ങല, അതുപോലെ ഒരുപാട് സമരമുറകൾ കഴിഞ്ഞു. ഇപ്പോൾ അവസാന ഘട്ടം ഈ നിരാഹാര സമരത്തിലാണ് നമ്മളുള്ളത്. ഈ അവകാശം നേടിയെടുക്കുന്നവരെ നമ്മൾ സമരത്തിന് പിന്നോട്ട് പോകുന്ന കാര്യമില്ല. നമുക്കിത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് എല്ലാ നാട്ടുകാരും മൊത്തത്തിൽ, അതിൽ ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ നമ്മൾ ഇതിനു വേണ്ടി ഒരു ജനകീയ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. അതിലെല്ലാ പാർട്ടിക്കാരും ഉണ്ട്. വിഷയത്തിൽ അധികൃതരുടെ കണ്ണ് തുറപ്പിക്കുന്നതിനായി തുടർ സമരമായി കളക്ടറേറ്റ് മാർച്ച് നടത്തുമെന്നും നടപടിയില്ലെങ്കിൽ തിരുവനന്തപുരത്തെ NH പ്രൊജക്ട് റീജിയണൽ ഓഫീസിന് മുന്നിൽ ധർണ നടത്തുമെന്നും സമരസമിതി ഭാരവാഹികൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.